ഹലോ കൂട്ടുകാരെ, ഇസാ റോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. നമ്മൾ ഓണമായിട്ട് ഇവർ രണ്ടുപേരും ഓണത്തിന് നമ്മുടെ പള്ളിയിലൊരു ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനൊക്കെ പോയിട്ട് ഓണം വരെ ഫുൾ ബിസിയായി. പിന്നെ ഓണത്തിൻ്റെ ഗെയിംസൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ പോലും അങ്ങനെയായിട്ട് ഓണം വരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസമാണെന്ന് പുറത്തേക്ക് പോകാൻ പറ്റി. മക്കളെയും കൂട്ടി ഈ ഒരു ഷോപ്പിലേക്ക് ഒരു വട്ടെങ്കിലും വരണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൻ്റെ പേര് മിസ്റ്റർ DIY എന്നാണ്. തൃശ്ശൂരാണ് ഈ ഷോപ്പുള്ളത് കേട്ടോ. ഇവിടെ വീട്ടിലേക്കുള്ള ഐറ്റംസ് തൊട്ട് കുട്ടികൾക്ക് സ്റ്റേഷനറി അങ്ങനെ എല്ലാതും ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇവിടുത്തെ സ്റ്റേഷനറിയും ക്യൂട്ട് ഐറ്റംസാണ്. അപ്പോൾ പൊതുവേ ക്യൂട്ട് ഐറ്റംസിന് അത്യാവശ്യം നല്ല വിലയുണ്ടാവും. അപ്പോൾ നമുക്കത് വാങ്ങാൻ ഇങ്ങനെ ഒരു കാണുമ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ഇവിടെ കുഞ്ഞ് ഐറ്റംസ് തൊട്ട് വലിയ ഐറ്റംസ്, അതായത് ചെറിയ വില തൊട്ട് വലിയ വില വരെയുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമുക്കൊന്ന് ആഗ്രഹത്തിന് വാങ്ങാനും പറ്റുന്നൊരു ഷോപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ മക്കളെ കൂട്ടി ഇവിടെ പോകുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം കൂടി നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷെ നമുക്ക് പറ്റുന്നത് നോക്കിയിട്ട് വാങ്ങാൻ. പാരൻസിനോട് വാശി പിടിക്കരുത് കേട്ടോ. ഞാൻ ഈ കട പറഞ്ഞൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കിടന്ന് തല്ലുവിടരുത്. നോക്കിയിട്ട് ആവശ്യമുള്ള ഐറ്റംസ് വാങ്ങാം. സ്കൂളിലേക്കൊക്കെ പോണ സമയത്തായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കുറേ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാമായിരുന്നു. കാരണം ബാക്ക് ടു സ്കൂളിലൊക്കെ കുറേ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ വാങ്ങിപ്പോയി. അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് നോക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലോറായ സ്റ്റിക്കേഴ്സ് ആൻഡ് സ്റ്റേഷനറി സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റിക്കേഴ്സിൻ്റെ സെക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, അതായത് സീൻ ക്രിയേറ്റിംഗ് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് ഇപ്പോൾ ഒരു റൂം നമ്മളുടെ ഇവർ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ആ റൂമിൽ കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്യാം. അതായത് അതിൽ നമുക്ക് ബേക്കറി ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, വീടുകളുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഷീറ്റിൻ്റെ സെറ്റ്. ഇത് അടിപൊളിയാട്ടോ. 59 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 59, 69, 79, 100, 150 അങ്ങനെ വലുതാവും തോറും റേറ്റ് കൂടും. അപ്പോൾ കുഞ്ഞിതായാലും ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്യാൻ രസമാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്നും ഇല്ലാതെ മാറ്റി വെച്ച് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ആഗ്രഹം തോന്നി ഒരെണ്ണം വാങ്ങായിരുന്നു എന്ന്. ഫ്രിഡ്ജിൽ സാധനം ഒതുക്കണ പോലത്തെ സാധനം. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും MRP എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടും കുറവിന് നമുക്ക് ഈ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുമാതിരിയുള്ള വിലയെക്കാട്ടും കുറവിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വില നമ്മൾ അവിടെ ചോദിക്കുന്ന സമയത്തൊന്നും ചോദിച്ച് നോക്കിയോളാം എല്ലാത്തിൻ്റെ വിലകൾ. ഏറ്റവും ഇഷ്ടമായ സെക്ഷൻ ഇതാ സത്യത്തിൽ പറഞ്ഞ. ഇത് മറ്റേ സാധനമല്ലേ നമ്മുടെ എന്നിട്ട് പറയാ, ഇത് എടുക്കില്ലേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ. ഇതേപ്പെട്ട ഈ സാധനങ്ങളൊക്കെ കിട്ടണല്ലേ ഇത്ര വെറൈറ്റീസ്. നോട്ട്ബുക്ക് ഓൾസോ. Oh yeah. അങ്ങോട്ട് പിടിക്കും. അടുത്ത ക്ലിക്ക് ഇപ്പം ഇവിടെ അങ്ങനെ നോക്കി നിന്നാൽ അത്രയധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നോക്കി വലുതും അത്യാവശ്യം നമുക്ക് പറ്റുന്നതും നോക്കിയിട്ടൊക്കെ ഏതാ വാങ്ങാണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്റ്റേഷനറി സെക്ഷനാണ്. നല്ല രസമുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. റിവാർഡ് സ്റ്റാമ്പ്, ഹൈലൈറ്റേഴ്സ്, പാനുകൾ, പലതരം വെറൈറ്റി പെന്നുകൾ എല്ലാവരും പറയുന്നല്ലേ. എത്രയാണ്? 60 രൂപ. പിന്നെ പെൻസിലും അതിൻ്റെയൊക്കെ സെറ്റുകൾ, അതായത് കളർ സെറ്റുകളൊക്കെ ആയിട്ടോ. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽ പെന്നായിരിക്കണേ. അപ്പോൾ ഇതിലുള്ള ചില പെന ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനും റോസും കൂടിയിട്ടാണ് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഈസ തനിയെ അവളുടെ ഇഷ്ടത്തിനൊക്കെ കുറേ നോക്കിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. റോസുവിന് പിന്നെ ഇങ്ങനെ എൻ്റെ കൂടെ സംസാരിച്ചൊക്കെ നടന്നതൊക്കെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഈ പാനുകൾ ഇങ്ങനത്തെയൊക്കെ മോഡൽ, പിന്നെ സെറ്റിൽ പാനയും പെൻസിലും പെന്നും അങ്ങനെ എല്ലാം വരുന്ന സെറ്റ്, അതായത് അതൊക്കെ മാച്ചിങ് ആയിരിക്കും. പിന്നെ ഇവിടെ കുറേ ക്യൂട്ട് നോട്ട് ബുക്സ് ഉണ്ട്. റോസുവിന് ഇതൊക്കെ ഇഷ്ടമാട്ടോ. അതാണ് ഇതൊക്കെ നമ്മൾ കാണിക്കണേ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട് ബുക്കുകൾ, ഓരോന്നും ഓരോ ഡിസൈനാണ് വരണത്. ഇതേ കണ്ട ഒരു വെറൈറ്റി മോഡൽ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ബുക്ക് മാർക്ക് പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചില ഡയറിയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നല്ല കവേർഡ് ആയിട്ടുള്ളതാണ്. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അടുത്തൊരു ഡയറിയാണ്. Unbelievably cute.
മീൻസ് നമ്മൾ മേടിക്കുന്ന സാധനം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഇവിടെ നിന്ന് മേടിക്കണായിരുന്നു. ഇപ്പൊ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണണം. നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ കളറുണ്ട്. ഇതിന്റെ കാപ്പിപ്പാറയുടെ അന്വേഷിച്ച് നടന്നിട്ട് 100,000 ഉണ്ട് കാപ്പിപ്പാറ. ബോക്സുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളതുണ്ട്, ഒരുപാട് തീമിലൊക്കെ ഉള്ളത്. പിന്നെ 150 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. തീരെ ചെറിയ മോഡലിനൊക്കെ കുറവുണ്ടല്ലാത്ത ക്യൂട്ട് മോഡൽസിനൊക്കെ കുറച്ച് ഇത്രയും റേറ്റൊക്കെ വരുന്നുണ്ട് ഏകദേശം. പിന്നെ അടുത്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു കീ ചെയിൻ്റെ സെക്ഷനാണ്. കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത്ര അധികം മോഡൽ, അത് നമ്മൾ 50 രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 150, 200 രൂപ വരെയുള്ള കീ ചെയിൻസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കീപാഡ് നമ്മുടെ അതിൻ്റെ പ്രസ് ചെയ്യുന്ന പോലെ സൗണ്ടൊക്കെ വരുന്ന മോഡൽ ഒരു കീ ചെയിനാണ്. ഈ കാണുന്ന ലൈറ്റൊക്കെ കത്തും ഒക്കെ അങ്ങനത്തെ വർക്കിംഗ് മോഡൽ കീ ചെയിൻ. ഈ ഒരു കീ ചെയിൻ നോക്കി ഇതൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മെറ്റൽ ബോൾസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പെന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പെന്നും ഇതും കൂടി മാഗ്നറ്റിക് ആണത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പേന വെച്ച് പ്രസ് ചെയ്താൽ ആ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ഇങ്ങനെ വരും. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ ആക്കാട്ടെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ റോസൂനാണെങ്കിൽ ഇത് കൈ കിട്ടിയപ്പോൾ പിന്നെ കുറേ നേരത്തേക്ക് അത് പിടിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ ഇവിടെ ദേ നല്ല രസമുള്ള ജെല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡോൾഫിനൊക്കെ കിടക്കുന്ന മോഡൽ, അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. എന്നിട്ട് എന്തിനിങ്ങനെ സ്വിച്ച് ഇത്ര വലിയ കീ ചെയിൻ എങ്ങനെ ഇടുക? പ്ലസ് ഉണ്ട്, ക്രോഷ്യ ചെയ്ത് അതിന്റെ തന്നെ ഒരു വകഭേദം കിട്ടൂ. ഇത് പുൽക്കൂട്ടിൽ വയ്ക്കായിരുന്നില്ല. ഓഫിലാവില്ല. ഇത് നമുക്ക് ബാറ്ററി ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറങ്ങണ ഫാനാണ് കേട്ടോ. ഇത് നല്ലതാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ. ഇത് ലെൻസാണ് കേട്ടോ, കുഞ്ഞ് ലെൻസ് ആകുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ട്. റോസ് പിന്നെ ആ ഒരു മാഗ്നറ്റിക്കിൻ്റെ കീ ചെയിൻ കിട്ടിയോടുകൂടി പിന്നെ ഒന്നും നോക്കാതെ അത് മാത്രം ചെയ്ത് അവിടെ നടക്കുകയാണ്. ഇത് ഇവിടെ ഫുള്ള് ഇതേ കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. DIY ബ്രാൻഡിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്, പിന്നെ വേറെയും ഉണ്ട്. റോസും കൂടെ വാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോമ്പും മിററും വരുന്ന സെറ്റുകൾ ക്യൂട്ടായിട്ടുള്ള മോഡൽ, അത് 40, 45 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് 45 രൂപയായിരുന്നു വില കണ്ടത്. നല്ല ഭംഗിയുണ്ട്, അത് കാണാൻ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ക്വയർ മിറർ, ഇനി സ്ക്വയർ അല്ലാണ്ട് സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പ് മിററായിരുന്നു. അതുപോലെ തന്നെ റൗണ്ടും വേറെ ടെഡി ബെയറിൻ്റെ ഷേപ്പിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കോസ്മെറ്റിക്സും പിന്നെ കുറച്ച് സ്റ്റേഷനറി അങ്ങനെ മൊത്തത്തിൽ മിക്സ് ആയിട്ടാണ് ഇവിടെ ഐറ്റംസ് ഇരിക്കുന്നത്. ഇത് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റേഷനറി സെറ്റ്. പിന്നെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ, ജെം ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് ഒക്കെ നമ്മളിങ്ങനെ പിക്ചറിൽ ഒട്ടിക്കുന്ന മോഡലൊരു സംഭവം. 156 രൂപയൊക്കെ സംതിങ് ആയിരുന്നു അതിൻ്റെ വില കേട്ടോ. പിന്നെ ഇവിടെ ഈ ഫേഷ്യൽ കിറ്റുകൾ അങ്ങനത്തെ പല പല, അതായത് ഇപ്പോൾ ഇത് കുക്കുംബറിൻ്റെ ഫേഷ്യൽ കിറ്റ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇവിടെ നല്ല ക്യൂട്ട് ഹെയർ ബാൻഡുകൾ, ഇത് 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന് 59 രൂപയായിരുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്വിഷി മോഡൽ ഹെയർ ബാൻഡ്. പിന്നെ അങ്ങനെ അങ്ങനെ സിമ്പിളായിട്ടുള്ള മോഡലുണ്ട്. ഐ മാസ്ക് അല്ലല്ലോ അത്, അതല്ലേ. ഇതെന്തിനാ വെച്ചിട്ട് ഉറങ്ങുമോ? ഇതേ ബാഗ്സ്, നല്ല അടിപൊളി ബാഗുകൾ. സ്കൂഷി ഹെയർ ബാൻഡ് തിരിച്ചു നോക്കി പതുക്കെ പതുക്കെ. മറ്റേ പ്രത്യേകത ക്യാമറ. ഹായ്, പിക്ചർ വന്നു നോക്കിയേ. ഓക്കെ, അവിടെ കണ്ടതല്ലേ സ്പേസ് ക്രാഫ്റ്റ് ഏലിയൻ. മതിയോ? നല്ല രസമുണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നാൽ നമ്മളും കുട്ടികളെ പോലെ ആവും. കാരണം ഇവിടെ ഇരിക്കുന്ന ക്യൂട്ട് ടോയ്സ് ഒക്കെ കണ്ടാൽ നമുക്കും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നും. ഇപ്പോൾ കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ടിട്ടുള്ള കാണിച്ചെന്ന് അറ്റം വരെ നടക്ക്, അറ്റം വരെ പോവാം, അങ്ങോട്ട് പോവാം. അതിനെ ഇഷ്ടമായ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. അറ്റത്തേക്ക് പോവാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കാണിച്ചു തരാം. ഇതിനെനിക്കിഷ്ടമായി, ഇതിനെനിക്കിഷ്ടം. കാരണം എൻ്റെ കുഞ്ഞിൽ എനിക്ക് ഇങ്ങനത്തെ ഡോളുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനെ. ഇത് ആ പിങ്ക് സാധനം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പ്ലീസ് ആസ്ക് ഫോർ അസിസ്റ്റൻസ്.
അങ്ങനെ എടുക്കണ്ട എന്നിട്ടത് പെങ്കിൻ. പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള ടോയ്സ്, ബോയ്സിനുള്ള ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു സൈഡിലാണ് വരണം. ഇവിടുത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി മോഡൽ. അപ്പോൾ ഇവർക്കിപ്പോൾ ടോയ്സ് ഒന്നും അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ അധികം നോക്കിയില്ല. പക്ഷേ ജസ്റ്റ് ഇതൊക്കെ കണ്ടു. ഇത് കണ്ടില്ല, ബബിള് നമുക്ക് ഇതാക്കണ സംഭവമാണ്, ഒരു മെഷീൻ പോലെ ബബിള് വരില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇവിടുത്തെ ക്രാഫ്റ്റ് ഐറ്റംസ്, നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കുഞ്ഞു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിഫ്റ്റൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഇങ്ങനത്തെ ബാഗുകൾ, അതിനുള്ള ബോക്സുകൾ, അങ്ങനത്തെ ഒക്കെ ആർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് മേക്കപ്പ് ടൂൾസ്, അങ്ങനത്തെ ഐറ്റംസ്, ചീർപ്പ്, അങ്ങനത്തെ പോലെ മേക്കപ്പ് ബ്രഷുകൾ, അങ്ങനത്തെയൊക്കെ. പിന്നെ നെയിൽ എക്സ്റ്റൻഷൻസ്, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം കേട്ടോ. വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ സ്റ്റിക്ക് ചെയ്യും. 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ വല്ല ഫംഗ്ഷൻ വരും മാത്രം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എടുത്തൊന്നുമില്ല. പക്ഷേ ഇവർ പറയാം ബർത്ത്ഡേക്ക് വരുമ്പോൾ അമ്മ ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഓർത്ത് വെച്ച് വാങ്ങിയാൽ മതി, ഡ്രസ്സൊക്കെ ആയിരിക്കും ഞാൻ ഒരു ബർത്ത്ഡേക്ക് കൊടുക്കുക. അപ്പോൾ അവർ പറയും ഇത് മതി എന്ന് പറഞ്ഞു വയ്ക്കാട്ടോ. പിന്നെ ഓൺലൈനിലൊക്കെ നമ്മൾ കാണുന്ന ചില ഐറ്റംസൊക്കെ നമുക്കതിവിടെ കണ്ട് വാങ്ങാം, നമുക്കത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ വാങ്ങാം. പിന്നെ ജ്വല്ലറി ഐറ്റംസ് അടിപൊളി കുറേ, അതൊരു പാക്കറ്റിൽ ഇങ്ങനെ കുറേ കുഞ്ഞു കമ്മലുള്ളത്. പിന്നെ മാല തന്നെ 3 മാലയായിട്ട് വരുന്ന സെറ്റ്, ബ്രേസ്ലെറ്റ്സ്, അതൊക്കെ വെറൈറ്റി മോഡൽ, നമ്മൾ പറയില്ലേ കൊറിയൻ മോഡൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന മോഡൽസൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതും നമുക്കൊരുവിധം വാങ്ങാൻ പറ്റുന്ന റേഞ്ചും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറഞ്ഞ വിലയുടെ ഉണ്ട്, കൂടിയതും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ഫുൾ ഹെയർ ക്ലിപ്സാണ് കേട്ടോ മുഴുവൻ അവിടെ വരുന്നത്. പിന്നെ ഹെയർ ബോ, അങ്ങനത്തെ ടൈപ്പൊക്കെ ഐറ്റംസ് ഇല്ലേ, അത് മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒന്നും അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഓരോന്നോരോന്നൊന്നും നമ്മൾ നോക്കിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ കൂടുതലും എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടെ നല്ല രസമുള്ള മിററുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇത് നമ്മൾ സ്റ്റേഷനറി സെക്ഷനിൽ കണ്ടായ കുറച്ച് ഐറ്റംസൊക്കെ അവരിവിടെയും പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ദേ നോക്കിയേ കുഞ്ഞു ബുക്ക്. എനിക്ക് നല്ലതാ, ബോറടിക്കുമ്പോൾ ഈ ബുക്ക് തുറക്കാം, എന്നിട്ട് ആ കാര്യം ചെയ്യാം. വെള്ളം ഒഴിക്കുക, ആ വെള്ളത്തിൽ എഴുതിയിട്ട് അതിലേക്ക് വെച്ചാൽ. പിന്നെ ഈ ഒരു സെക്ഷനിൽ വീട്ടിലേക്കുള്ള ഐറ്റംസാണ് കൂടുതലും വരുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ വെറൈറ്റി ടൂൾസൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ കാണാത്ത കുറേ മോഡലുകൾ. പിന്നെ ക്രോക്കറി സെക്ഷൻ, അവിടെയും നല്ല രസമുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് കണ്ട ഇതിൻ്റെ പാക്കേജിങ് എന്ത് രസമല്ലേ. പിന്നെ ഇങ്ങനത്തെ ലൈറ്റ്, ഇതൊക്കെ സ്റ്റഡി ലാമ്പ് പലതരം ഉണ്ട്, കുഞ്ഞി ഫാൻ, അതൊക്കെ പല മോഡൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ്, പെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട് അടുത്ത ഫ്ലോറിൽ. പക്ഷേ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലും ഈ സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസ്, നിങ്ങൾക്ക് പറ്റുന്ന ഐറ്റംസാണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാരൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിലേക്കുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തൃശ്ശൂരൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റണം എന്തെങ്കിലും നല്ല രസമുള്ള ഐറ്റംസൊക്കെ, വെറൈറ്റി ആയിട്ടുള്ളത് ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.